ഇത് സംസാരിക്കുക എന്നല്ലാതെ ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ എന്താണ്? ഈ വിഷയത്തിൻ്റെ ഗൗരവവും ഇതിൻ്റെ ദുഃഖവും വേദനയും പൊതുസമൂഹത്തെയും ഭരണാധികാരികളെയും അറിയിക്കുക, ഭരണാധികാരികളോട് ഈ വിഷയത്തെക്കുറിച്ച് നേരിട്ട് സംസാരിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്ന ആളുകളെ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക, പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ്. ആരും തള്ളിക്കളയുന്നില്ല. പക്ഷേ നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യുന്നവരാണല്ലോ. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അടുത്ത റിപ്പോർട്ടിങ് അല്ലാതെ, അത് ഗൗരവമായി റിപ്പോർട്ട് ചെയ്യാം എന്നല്ലാതെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ചെയ്യാൻ സാധിക്കുമോ? ഇവിടുത്തെ ക്രമസമാധാനം പാലിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ ഇവിടുത്തെ ക്രൈസ്തവർ ഒരു കാലത്തും സമാധാനത്തിൻ്റെ വഴി വിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. അവൾ ഈ സിസ്റ്റേഴ്സ്, നിരായുധരായ സിസ്റ്റേഴ്സ്, ഇവരെന്ത് അപകടമാണ് വരുത്തി വയ്ക്കുന്നത്? ഇവരെന്ത് ദ്രോഹമാണ് ഈ സമൂഹത്തോട് ചെയ്യുന്നത്? ഒരു മനുഷ്യക്കടത്തെന്നൊക്കെ ആരോപിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെക്കുറിച്ചാണ് എന്ന് ഓർക്കണം. സന്യാസികളെ മാനിക്കുന്ന ഭാരത സംസ്കാരത്തിൽ 2 സ്ത്രീകൾ, കന്യാസ്ത്രീകൾ അവരുടെ വേഷത്തിൽ കാണപ്പെട്ടതിനെ ഇത്രയും അപമാനിക്കേണ്ട കാര്യം എന്താണ്? അവരെന്ത് ദ്രോഹമാണ് ചെയ്തത്? അവർ ഈ രാജ്യത്ത് ഏതെങ്കിലും കുറ്റം ചെയ്തിട്ടാണോ അവരെ വളഞ്ഞ് പിടിച്ച് ആക്രമിക്കുക, അവരെ ഒറ്റപ്പെടുത്തുക, അവരെ ഭയപ്പെടുത്തുക? സമാന ചിന്താഗതിയിൽ, സമാന ശുശ്രൂഷയിൽ കഴിയുന്ന അനേകം സിസ്റ്റേഴ്സിനെ ഭയപ്പെടുത്തുക.